Towards wealth. വാങ്ങുക വിൽക്കുക ബാൻ. So buying and selling is bad. പ്രത്യേകത നോക്കിക്കോണം. ഇതിനെ പുറത്താക്കിയെന്ന്. Jesus cast them away. പുറത്താക്കി Thrown them away from the temple. മനസ്സിലായോ? കർത്താവിന്റെ സ്വഭാവം കണ്ടോ? See the character of God. ഇതിന്റെ അകത്ത് ബിസിനസ് ചെയ്യുന്നവൻ, സഭയുടെ അകത്ത് In the church, if anyone want to do business സഭ here, ബിസിനസ്സായി കാണുന്നവൻ, if you consider church as a business, വിശ്വാസികൾ തമ്മിൽ believers വാങ്ങുക കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ buying and selling, കർത്താവ് പുറത്താക്കും. God will throw them out. താല്പര്യമില്ല ദൈവത്തിന്. God doesn't desire business in the church. കാരണം ഇവിടെ എന്താണ്, What it is, ഇവിടെ എന്ത് ഉപയോഗിക്കണം, What should be ഇവിടെ used? എന്ത് വാക്ക്, what words, എന്ത് കേൾക്കണം, what should be വചനം. word. അതിന്റെ അപ്പുറത്ത് ഒരു ഡീലിങ്ങിന് കർത്താവ് പരിശുദ്ധാത്മാവ് നിൽക്കത്തില്ല. Holy Spirit will not stand beyond. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണം. If you want blessings, if നിങ്ങൾക്ക് ഏറ്റവും റിച്ചായി you want to മാറണം. be rich and നിങ്ങൾക്ക് prosperous, ഇവിടെ ഇത് മുഴുവനും അവൻ നിങ്ങൾക്ക് കരസ്ഥമാക്കണം. if you want everything you നിങ്ങൾ have, കർത്താവിന്റെ സമ്പത്ത് അനുഭവിക്കണം. want the wealth of നിങ്ങൾ God, ഇത് ചെയ്യരുത്. you should not do that opposes God. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഇത് ഗുഹയല്ല, It's not den. വീട് ഗുഹയാക്കരുത്. Your house should not become a നിങ്ങളുടെ വീട് cave. ഗുഹയാക്കരുത്. Your house should not become a സഭ cave. ഗുഹയാക്കരുത്. നിങ്ങളുടെ വീട് ഗുഹയാക്കരുത്. Church and house should not നിങ്ങളുടെ become a വീട് എങ്ങനെ cave. ഗുഹയാകാം? How your house will become a വിഗ്രഹം cave? വാങ്ങിയാൽ മതി. You buy the debt. നിങ്ങളുടെ വീട് ഗുഹയാകും. Your house will അപ്പോൾ become a നിങ്ങളുടെ den. വീട്ടിലുള്ളവരെല്ലാം എന്തുവായി മാറും? Those in your house, what they become? If it become den, എല്ലാ ആൾക്കാരും all become animals. ഗുഹകളിലല്ല പാർക്കുന്നത്. That's what den. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. We are the temple of God. നമ്മൾ ദൈവത്തിന്റെ ആലയത്തിൽ പച്ച പിടിച്ചു പുഷ്ടി പിടിച്ചു ഇരിക്കാൻ. The Bible says those who are in the temple of God will flourish and thrive in His ആലയത്തിൽ house. ഇരിക്കുന്നവർ തഴച്ചും പുഷ്ടി പിടിക്കും. Bible says they will flourish and thrive in His അവർ house. ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമാണ്. They will be like a tree that planted by the rivers. ഇല വാടാത്തതുമാണ്. Their leaves will not അവർ wither. പച്ച മേടുകളിൽ കിടക്കും. They will be in the green pastures. ദീർഘായുസ്സം കൊണ്ടാകും. നിങ്ങൾക്ക് ഇതാണ് അനുഭവിക്കാൻ ആഗ്രഹം. ദയവായി Truly, ഇതിലോട്ട് പോകാതിരിക്കുക. should not go to these things. Buying and selling in the temple. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, What you desire. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ God desires. കുലുക്കി നല്ലൊരു അളവടിയിൽ വേണം. If you want the good percentage measurement from God, നിങ്ങൾക്ക് വിചാരമില്ലാതെ ജീവിക്കണം. if you want to live without worry, നാളെ കുറിച്ച് വറിയാകാതെ ജീവിക്കണം. if you don't want to worry about tomorrow, ഉത്കണ്ഠ വരാതെ ജീവിക്കണം. ഡിപ്രഷൻ ആകാതെ if ജീവിക്കണം. you want to live without depression, നിങ്ങളുടെ ആഗ്രഹം നടക്കാതെ സങ്കടപ്പെട്ട് those depression or the worry where your desire is not accomplished, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, your thoughts, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, your goals, ഇതെല്ലാം വിശുദ്ധമായി നടക്കണോ? if you want everything to succeed, നിങ്ങൾക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് സക്സസ് ആകാൻ if you ആഗ്രഹമുണ്ടോ? want to succeed today, അബ്രഹാമിന്റെ കോൾ അതാണ്. that's the calling of യഹോവ Abraham. തന്നെ പ്രോസ്പെരിറ്റിയുടെ ഒരു എനിക്ക് തോന്നുന്നത് എക്സ്ട്രീം ലെവലിലേക്ക് നിൽക്കുക. When God took him, he was rich and prosperous. That's what God made him, then sent him to Canaan. അബ്രഹാമിനുള്ള കോൾ വന്നതേ ഉള്ളൂ. He just got the calling from God. കൽദയ ദേശത്ത് നിന്ന് പുറപ്പെട്ടത് When he left his town, അപ്പോഴേ ഹൈ ലെവലിലേക്ക് റീച്ച് ആയിരിക്കുക. his dad is already rich. ഇതാവണം. You want this? ഇതാകാൻ എല്ലാവർക്കും ആഗ്രഹം. Everyone desire what എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാകാൻ ജീവിതത്തിന്റെ അവസാനത്തോളം everyone desire. I want to be blessed like Abraham when I die. എല്ലാവരും ആഗ്രഹിക്കുന്നതാ. That's what everyone ബ്ലെസ് desire. ആകണമെങ്കിൽ If you want blessing, എല്ലാവർക്കും ലൈഫിൽ എല്ലാം ആവണം. they want life and to അല്ലെങ്കിൽ become a blessing. മക്കൾ ജോലിക്കാരാകണം. Or the children should ദേവ never know. ഒരിക്കലുമല്ല. No. നിങ്ങൾക്കൊരു യഥാർത്ഥ ദൈവവിളി മനസ്സിലാക്കിയാൽ മതി. You just understand your calling. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോസ്പെരിറ്റി ഓപ്പൺ In ആയിരിക്കും. your beginning only the Lord will open Holiness doors. open ആകും. Holiness. Righteousness open ആകും. Righteousness will open. എല്ലാം ഓപ്പൺ ആകും. Everything will be നിങ്ങൾക്ക് open. സ്ക്രിപ്ചർ റെവലേഷൻ ഓപ്പൺ ആകും. The revelation and scriptures will be open. ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്ത് വഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ If you want to carry this all ahead, ഗുഹയാകാതെ. don't become den or cave. Amen. Hallelujah. Glory to God. നിങ്ങളുടെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്കൊരു സന്തോഷം. After seeing your faces, I'm very happy. അത്യാവശ്യം സങ്കടത്തോടെ ഇരിക്കുന്നല്ലോ. You are with sorrow. I can see in your face. നിങ്ങളുടെ Hallelujah. സങ്കടം എന്റെ സന്തോഷം. Your sorrow, my happiness. ആമേൻ. Amen. ബ്ലസ് ആകാൻ വേണ്ടി ഞാൻ ഇത് പറയുന്നത്. Say it so that you will be blessed. ഒരു ക്രിസ്തുവിന്റെ മകനായ If you are the Christ, children of Christ, ടോപ്പിലാണ് പ്രോസ്പെരിറ്റി അവന് കിട്ടണം. those who are the children of Jesus should come to the top priority of wealth and riches. ഈ
ഈ ലെവൽ പ്രോസ്പെരിറ്റി അവർ They should open the high level of prosperity. ഗുഹയാക്കരുത്. But don't make it a den. വാങ്ങുക, വിൽക്കുക, Buy and sell. കാണാം. ഇതെല്ലാം ഇതിനാ യേശു പറയും, ഇതിനെല്ലാം പുറത്തു പോക്കോട്ടെ. Because they were buying and selling, Jesus cast them out. ചെയ്യുന്നവരെ പുറത്തു വെക്കും. Those who are doing go out. അവനെ മേശയെടുത്ത് They thrown off the tables from that house. അതും കളഞ്ഞു, അവനെ കളഞ്ഞു, മേശയും കളഞ്ഞു. He thrown the objects and he thrown themselves. കർത്താവ് കണ്ടവൻ അത് മറിച്ചു. He overthrew. എന്റെ വീട് മറിയാതിരിക്കണം. If your house should not overthrow. നമ്മുടെ ജോലി ഉൾട്ടയാകാതിരിക്കണം. If our job should not flip upside down. നമ്മുടെ ബിസിനസ് ഉൾട്ടയാകാതിരിക്കണം. Our business should not be overthrown. Follow Jesus. Follow Jesus. ഈ ഒരു ദൈവിക വചനത്തെ ദൈവവചനത്തെ അങ്ങ് അവൻ ആഗ്രഹിച്ച് അങ്ങ് സ്വീകരിച്ചാൽ മതി. Desire and receive His words. 13ാമത്തെ വാക്യം പറയുക. Verse 13. ആമേൻ. 13ാമത്തെ വാക്യം. എന്റെ ആലയം പ്രാർത്ഥനാലയമായി വിളിക്കപ്പെട്ടു. My house shall be called the house നിങ്ങൾ of prayer. വീട് പ്രാർത്ഥനാലയമാണ്. Your house should be called ഒരു the house of prayer. ഗുഹയാക്കാൻ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യ എന്റർടൈൻ ചെയ്യരുത്. Wife should not entertain the husband, or the husband should not entertain them to become the den of thieves or the den of house. ഗുഹയാക്കരുത്. Not make it a den or your house. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി നമ്മൾ മാറട്ടെ. Your house should become the house of prayer. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി, The house of prayer പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി മാറട്ടെ. should become the house of prayer. 8-ാമത്തെ വാക്യത്തില് Acts chapter 8 verse 20. 8-ാമത്തെ Acts chapter വാക്യത്തില് 8 verse 20. പത്രോസ് അവനോട് Peter said to him, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കണ്ട. you should not think you can get the gifts of God with money. നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ. Your money shall perish with thee. ആരാണ് വന്നേക്കുന്നത്? ശീമോനല്ലേ? ശീമോൻ It's Simon the sorcerer. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് After seeing the miracles of ഈ God, മനുഷ്യന് ഭയങ്കര ആഗ്രഹം. this man desired, പണം കൊടുത്തിട്ട് ഈ ഗ്രേസ് വാങ്ങാം. I will pay money to Peter and I will get the gifts of God. പത്രോസ് ആത്മാവിൽ മനസ്സിലാക്കിയതോടെ നിന്റെ കൂടി പണവും പോകും. Peter said in spirit, let the money perish with you. അപ്പം ദൈവകൃപ, God's grace, ഭക്തി, പ്രാർത്ഥന, holiness prayer, ഹോളി കമ്മ്യൂണിയൻ, Holy Communion, വർഷിപ്പ്, Worship, ഫാസ്റ്റിംഗ്, മെഡിറ്റേഷൻ, meditation, ബൈബിൾ റീഡിംഗ്, Bible reading, ആമേൻ, സ്തോത്രം, ആമേൻ, പിന്നെന്താ, അന്യഭാഷ, unknown tongues, ഇതിനെയെല്ലാം all these things. പണം കൊണ്ടുവച്ച് അളക്കാൻ നിന്നാൽ If you measure all these things with money, church, സുവിശേഷ വേല, gospel work, ഇതിനെല്ലാം പണം വെച്ച് ആരെങ്കിലും അളക്കാൻ നിന്നാൽ you measure it with your money, ബൈബിളിന്റെ ഭാഷ Bible പറയാം, says, അതോടുകൂടി അവരത് നശിക്കും. you will perish with that money. If you're comparing it with ഞാനിത് ഈ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണ്? in this life I saw this. പൈസ കൊടുത്ത് ഈ പാസ്റ്റർമാരെ നിയന്ത്രിക്കുന്നത്. I have seen some believers by giving money, they're trying to control their pastors. സഭയിലെ അധികാരം എടുക്കുന്നത്. They're trying to take the authority from the church. ഇവിടെ തലമുറകൾ Their generation ശരിക്കും truly, താഴെ പോകുന്നത് കാണാം. I've seen they completely, utterly destroyed. പക്ഷെ ഇവർ ഭയങ്കര പ്രാർത്ഥനയൊക്കെയാണ്. They pray, പക്ഷെ ഇവരുടെ ഉള്ളിട്ട് അകത്തുള്ള ഒരു കൂട്ട് എന്തുവാണെന്നറിയാമോ? they have a boast or proudness inside them. ഈ പണം കൊടുത്താൽ ഇതെല്ലാം നമ്മുടെ കൈ വരും. When I give money, I'll get whatever I need. You should not think like ഒരു that. കാര്യം പണം വെച്ച് ഡീല്, പ്രത്യേകിച്ച് കർത്താവിന്റെ കാര്യം. In God's matter, don't try to deal with money. Most often, ഇത് ചിന്ത പോലും വരരുത്. even such thoughts should not come. I can handle God with my money. 21ാമത്തെ വാക്യം പറയുക. Verse 21. ആ സ്തോത്രം. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ല. Your heart is not right in the sight of God. പണത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ എന്തുമായിരിക്കും? കളങ്കമായിരിക്കും. Those who give priority to money, their heart will not be close with God. ദൈവത്തിന്റെ പങ്കും ഓഹരിയും കിട്ടത്തില്ല. They will not get the blessings on the part of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ റിവാർഡ് വേണോ? You want the reward of God? ദൈവത്തിന്റെ ഓഹരി വേണോ? ദൈവത്തിൽ നിന്നുള്ള അവകാശം വേണോ? You want the blessings and the inheritance from God? ദൈവത്തിൽ നിന്ന് നീതി വേണോ? You want the righteousness of God? അനുഗ്രഹം വേണോ? Blessings from ഒറ്റ കാര്യമുള്ളൂ. ബൈബിൾ പറയുന്നത് പോലെ Bible says, ഉള്ള പണം വെച്ച് കർത്താവിനെ വിലയ്ക്ക് വാങ്ങരുത്. don't measure God with the money you have. If you want reward, if you want blessings, if you want inheritance from God, don't try to measure Him with your വിധവ money. രണ്ട് കാശ്. The widow, the old woman just put up 2 യേശു coins. പറയുന്നു, Jesus said, "തീരെ." she did perfect.
money. അതിനെ പുറത്ത് നിർത്തുക. പണത്തിന് വേണ്ടി ജീവിക്കരുത്. Don't live for money. പണത്തിന് വേണ്ടി ഓടുന്നവരാണ് എല്ലാവരും. Everyone run for money. ഞാനിപ്പോ നിങ്ങളുടെ ചോദിക്കുക, If I ask you, ഓംകാർ ബ്രദർ, Omkar, എനിക്കിപ്പോ ഒരു 10 ലക്ഷം രൂപ Omkar brother, I need 10 lakhs. തരൂ. Can you give me? ഉണ്ടോ? കയ്യിലുണ്ടോ? You have currently? ഉണ്ടോ? Yeah, no. ഇല്ല. പിന്നെ എന്തിനാ ഈ ഓടുന്നത്? Then why we are running behind? എന്തിനാ ഇതിനു വേണ്ടി ഓടുന്നത്? Why we are running behind? അത് നിന്റെ പിന്നാലെ വരണം. Money should run behind you. നിന്റെ പ്രാർത്ഥന, Your prayer, നിന്റെ ആരാധന, your worship, ദൈവിക അഭിഷേകം anointing. ഇത് നഷ്ടപ്പെടുത്തി അതിന്റെ പുറകെ പോകരുത്. You should not run behind the money by losing all this. ഞാൻ നിന്റെ വീട്ടിൽ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നിന്റെ അടുത്തേക്ക് വരണം. You should knock your door and the money should ask, can I come to your house? ദൈവിക അനുഗ്രഹവും ലോക അനുഗ്രഹവും തമ്മിലുള്ള That's the വ്യത്യാസം. difference between godly ഞാൻ blessing and worldly blessing. റോസിന്റെ അടുത്ത് ചോദിക്കുക, Ask the rose. റോസ്, എനിക്ക് 1 ലക്ഷം രൂപ I വേണം. need 1 lakh. തരൂ. Will you give me? No. ഇല്ല. No, she doesn't have. എല്ലാവരും പക്ഷേ ഈ പണത്തിന് വേണ്ടി ഓടുന്നത്. Everyone is running for money. എല്ലാവരും ഇതിനു വേണ്ടി ഓടുന്നത്. Everyone is running for. True. അല്ല, ഇതിനു വേണ്ടി ഓടുന്നത്. Everyone is running for. എങ്ങനെ പണം വേണം? I want to earn, I want to പക്ഷേ ഞാൻ make സഡൻലി ചോദിക്കുക, Suddenly I ഒരു ask 2 you, കോടി എനിക്ക് താ. give me 2 crores. നിങ്ങളുടെ ഒട്ടും എടുക്കാൻ You have. You give suddenly. പിന്നെ ഇനി ഓടിന്റെ പ്രയോജനം What is the use of running for that if you don't have it? അല്ലേ? True. എന്ത് പ്രയോജനം എന്തുവാ? What is the use? ഇതിനു വേണ്ടി ഓടുന്നു, ഇതിനു വേണ്ടി ആരോഗ്യം, ആയുസ്, സൗന്ദര്യം, Our strength, our beauty, everything we sacrifice. ബുദ്ധി, Knowledge. ഇതിനു വേണ്ടി വർഷങ്ങള് Years. എല്ലാം പണത്തിന് വേണ്ടി കളയുക. Everything for money. അവസാനം ലാസ്റ്റ് വരെ ഉണ്ടോ? At last we have anything while we die? ഉണ്ടാവും. Yes, there would be. അതിന്റെ ഐസിയിൽ കൊടുക്കാൻ ഉണ്ടാവും കുറച്ച്. Money we already saved so that we will give that money as a gift to hospital. ഗിഫ്റ്റ് ഇത് ഹോസ്പിറ്റലിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കാൻ നമ്മുടെ ഉണ്ടാവും. For our health reasons, we will give that money as a gift for hospital to Profit എന്തുവാ? What's the profit of that? മായയായ ഒരു ഈ സബ്ജക്റ്റിന് വേണ്ടി നമ്മൾ ഓടരുത്. We should not run behind money that is a ബൈബിൾ പറയുക, Bible says നമുക്കിത് ആഗ്രഹമാണ്, we desire, നമുക്കിത് ആവശ്യമാണ്, we need it, നമുക്കിത് വേണം, we need it. പക്ഷേ But ബൈബിൾ പറയുന്ന പോലെ Bible says, വിശ്വാസത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, for faith and for God's ദൈവ presence, സന്നിധിയിൽ in God's wait under the Lord's presence. മുമ്പേ രാജ്യവും നീതിയും Seek His kingdom and righteousness first, then you will get everything. First is kingdom. എല്ലാം പോന്നോളും. Everything പക്ഷെ is. അതിനു വേണ്ടി നിങ്ങളുടെ ആയുസ്സും ആരോഗ്യം കളയുക. But you should not waste your life നിങ്ങൾ for that. ദൈവത്തിന്റെ വിശുദ്ധമായ മന്ദിരമാണ്. You are the holy temple of God. അടുത്ത വാക്യം പറയുന്നു, Next verse. ആ വിശുദ്ധ അതേ പുസ്തകത്തിന്റെ അടുത്ത വാക്യം The പറയുന്നു, next verse in it. ഈ പണം ഉള്ളതും ദൈവസന്നിധി നീതിയുള്ളതല്ല, ഈ This പണം ഉള്ളതും money ഉണ്ട്. is unrighteousness in the Lord's presence. എന്നിട്ട് പത്രോസ് പറയാം, ഇത് ഒരു വഷളത്വമാണ്. വഷളത്വം, Wickedness, okay, wickedness. It's the money is a wickedness. പണം കൊണ്ടുള്ള ഈ ദൂത്ത് എന്ന് പറഞ്ഞാൽ വഷളത്വമാണ്. This lavish thing he doing with ബൈബിൾ Bible is പറയാം, ഇത് wickedness. വിട്ട് മാനസാന്തരപ്പെടുക, Repent from it. കർത്താവിനോട് പ്രാർത്ഥിക്കുക, Pray to God. നിനക്ക് ചിലപ്പോ ക്ഷമ കിട്ടും. Pray so that you may be forgiven. അപ്പൊ പണം കൊടുത്ത് By money, കർത്താവിനെ അളക്കാൻ നിൽക്കുന്നവരോട് ദൈവവചനം പറയാം, ഒരു പക്ഷേ ക്ഷമ കിട്ടുമായിരിക്കും. those who measure God with money, Bible saying, may God അതിനെ forgive you, but may forgive. അതിനെ തുറന്നൊന്ന് പറഞ്ഞേ, Touch your heart and ആ say, പണം എന്നെ തുറത്തില്ല. open your mouth and say, the money will not touch me or rule me. പണം തുറത്തില്ല. Money will not touch നമ്മൾ me. എന്ത് തൊടണം? What should touch? നമ്മുടെ കുടുംബത്തിൽ എന്ത് കയറണം? നമ്മുടെ കുടുംബത്തിൽ എന്ത് In our കയറണം? family, what should enter? ദൈവത്തിന്റെ സമ്പത്ത്. God's blessing. സദൃശ്യവാക്യത്തില് Proverbs. എപ്പോ പറയും സദൃശ്യവാക്യം? Proverbs. ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ദൈവജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് 4-ാം അധ്യായത്തിലായിരിക്കണം. 4-ാം അധ്യായത്തിൽ അതില് ജ്ഞാനമാണ് വലുതെന്ന്, അതില് അവന്റെ റൂമുകളിൽ മുഴുവൻ ദൈവത്തിന്റെ സമ്പത്ത് കൊണ്ട് നിറയുന്ന ഒരു വാക്യമുണ്ട്. 4-ആണോ? ആ 24-ാമത്തെ വാക്യം, അതിന്റെ 3-4 വാക്യങ്ങൾ. സദൃശ്യവാക്യം 24-ന്റെ 3-4 വാക്യം. Proverbs 24 verse 3 and 4. എന്ത് നിറയണോ എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. Bible says, what should fill your house? എന്ത് നിറയണം? What should fill your house? സദൃശ്യവാക്യം 24-3 ജ്ഞാനം കൊണ്ട്
ഭവനം പണിയും. Through wisdom, a house is built. വീട് പണിയാൻ എന്തോ വേണം? What we need, എല്ലാവരും ചോദിക്കും വീട് പണിയാൻ പണം വേണം. everyone will say we need money to build a house. ബൈബിൾ പറയുന്നു വീട് പണിയാൻ ജ്ഞാനം മതി. Bible says wisdom is enough to build a house. ചർച്ച പണിയാൻ എന്ത് വേണം? പണം വേണം. To build a church, we need money. പക്ഷെ ബൈബിൾ പറയുന്നു ചർച്ച Bible പണിയാൻ says എന്തോ വേണം? ജ്ഞാനം. to build a church, we need just wisdom. നിങ്ങൾക്ക് സക്സസ് ആകാൻ പണം വേണോ? ജ്ഞാനം വേണോ? We need money or success. ഓ, wisdom. It's money or wisdom. 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 നിങ്ങളുടെ കുടുംബജീവിതം പണിയാൻ എന്തോ വേണം? To establish your family life, what do you need? Wisdom. എല്ലാം ദൈവജ്ഞാനമാണ്. It's all എന്നിട്ട് God's അടുത്ത വാക്ക് പറയുക next word. വിവേകം കൊണ്ട് സ്ഥിരമായി വരുന്നു. By understanding it is നിങ്ങൾക്ക് established. എത്ര സ്ഥിരമാകാൻ You ആഗ്രഹമുണ്ടോ? want to be established somewhere. Understanding and wisdom. That's enough. നിങ്ങളുടെ ജോലി വളരണോ? You want to grow in your work? ജ്ഞാനം. And that's wisdom. നിങ്ങളുടെ ബിസിനസ് വളരണോ? You want to grow your business? ദൈവജ്ഞാനം. God's wisdom. നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതം വിജയിക്കണമോ? How do you Christian life ദൈവജ്ഞാനം. is victorious? എല്ലാം God's wisdom. ദൈവജ്ഞാനം. God's wisdom. ലോകം പറയും പണം, World will say ബൈബിൾ money. പറയും ജ്ഞാനം. Bible says God's wisdom. നമുക്ക് ചൂസ് ചെയ്യാം. We can choose. പണത്തിന് കൂടെ പോകാൻ അതോടുകൂടെ നശിക്കും. Those who go behind the money will perish. ദൈവത്തിന്റെ കൂടെ പോകുന്നവന് ജ്ഞാനം കിട്ടും. Those who walk അവൻ behind എന്തോ the money will സംഭവിക്കും? wisdom. അവൻ പണിയും സ്ഥിരവും. He will be built. He will be established. എസ്റ്റാബ്ലിഷ്ഡ്. Say, I'll be established. കർത്താവിനെ എസ്റ്റാബ്ലിഷ് Say, ചെയ്യും. God will establish me. പറഞ്ഞേ, ജ്ഞാനത്തിൽ കർത്താവിനെ സ്ഥിരമാക്കാൻ പോകുന്നു. Say, God is going to establish me in His wisdom. അടുത്ത നാലാമത്തെ വാക്ക്, നിങ്ങൾ വീടുകളിൽ നിറയേണ്ടത് എന്താണ്? What should പണം fill your നിറയണോ, house? എന്ത് നിറയണോ നോക്കിക്കോണം. See, God should fill whether it's money or this. പരിജ്ഞാനം കൊണ്ട് By knowledge, നിന്റെ മുറികളിൽ, വീടിന്റെ മുറികളിൽ all the chambers, വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്ത് നിറഞ്ഞു by വരുന്നു. knowledge, all your chambers shall be filled with all precious and എന്താ pleasant വേണം വീടുകളിൽ? riches. What should fill? വിലയുള്ളതാകണം, Should be valuable, മനോഹരമാകണം. precious. ഇങ്ങനത്തെ സമ്പത്തെ നിറയാം. Such riches ഇത് should എവിടെ നിന്ന് വരും? from where it comes? Above. Precious and pleasant. ജ്ഞാനം മതി, Wisdom. ദൈവജ്ഞാനം മതി. ഇതെല്ലാം വീടിന്റെ ഓരോ റൂമുകളിലും ദൈവം നിറച്ചു തരും. All the rooms it will be filled. ആമേൻ. Amen. ബൈബിളിന്റെ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ഈ മോഡൽ. That's how the Bible talks about prosperity. അല്ലാതെ മാസത്തിന്റെ ആദ്യ ആഴ്ച ഒരു കുറച്ച് സാലറി മേടിച്ച് Bible not talks the monthly salary you get as a prosperity. ഡിപെൻഡഡ് ഓൺ സാലറി, Depending on salary, അരി മേടിക്കാൻ സാലറി, to buy rice, വെജിറ്റബിൾ മേടിക്കാൻ സാലറി, to buy vegetables, പെട്രോൾ അടിക്കാൻ സാലറി, പെട്രോൾ അടിക്കാൻ സാലറി, to buy gasoline, vegetables, salary. പാനിപ്പൂരി തിന്നാനും സാലറി, So pani puri we need ഡിമാർട്ടിൽ salary. പോലെ ബിഗ് മാർക്കറ്റിൽ പോലെ സാലറി, Going big market, എല്ലാം ഡിപെൻഡഡ് ഓൺ സാലറി. salary. ബൈബിൾ പറയാ ഡിപെൻഡഡ് ഓൺ വിസ്ഡം. Depend on wisdom, not on salary. സാലറി ഡിപെൻഡ് ചെയ്യുന്നവരുടെ മൂഡ് എന്താണെന്ന് അറിയാമോ? Those who depend on the salary, ആദ്യത്തെ 10 ദിവസം ഫെസ്റ്റിവല്, the first 10 days after salary will be a festival. അടുത്ത 20 ദിവസം പോസിറ്റീവല്. Okay, the first days will be enjoyment after getting salary. The next 20 days will be sad life without money. അടുത്ത 20 ദിവസം സാറ്റലൈറ്റില്, ആദ്യത്തെ 10 ദിവസം സ്പേസില്. Okay, the first 10 days സ്പേസിൽ കയറിയിരിക്കും. in space they will be സ്പേസ് ഷട്ടിലുണ്ടല്ലോ, അവിടെ in കയറിയിരിക്കും. the space shuttle. അടുത്ത 20 ദിവസം സാറ്റലൈറ്റില്ല, കറങ്ങി നടക്കും ഇങ്ങനെ ഇങ്ങനെ കറങ്ങും സാറ്റലൈറ്റ്. ഭൂമി മുഴുവനും കറങ്ങി The വരും. first 10 days they will be in the space in a good way. The next 20 days they will circle around like a satellite. അപ്പോഴത്തേക്കായിരിക്കും നാസ അടുത്ത റോക്കറ്റ് വിടുന്നത്, അത് കൂടി ഇടിച്ച് പിന്നെയും കിടന്ന കറക്കുക, ഈ കിടന്ന. Then some Russians will send their base victory and hit our satellite. റിച്ചാണ് പ്രോസ്പെരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? If you want to become rich in prosperity, ദയവായിട്ട് കടമുള്ളത് മാറ്റി, just take away the loan and debt from your life. കടമുള്ളത് മാറ്റി വെക്കുക. Take the money. അതല്ല, അതിനേക്കാൾ ഉപരിയായി More than this, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് God will give you. നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആണോ If you ആഗ്രഹം? want prosperity, God will give. പക്ഷെ ഈ പോന്ന ആ ഫോളോ ചെയ്യുന്ന സംഭവം ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുക. You need to break the system which you follow. എന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ റൂമുകളിൽ പോലും Then what happened? Your chambers will be filled with എവിടെ? chambers, റൂംസ്, rooms, ലിവിംഗ് റൂം, living room, ഡൈനിങ് ഹാള്, dining hall, കിച്ചൺ, kitchen എല്ലാം എന്തോ ചെയ്യും? What will happen? നിറഞ്ഞിരിക്കും. will be filled with precious and pleasant riches. അതിന് പുറകെ പോകുന്നതാണെങ്കിലോ Go behind money. 15ാമത്തെ ദിവസം തൊട്ട് 15 days. വൈഫ് തുടങ്ങും. Wife will start. കടലയില്ല, ഉപ്പില്ല, പഞ്ചസാരയില്ല, അരിയില്ല. The wife will start on the 15th of the month. No sugar, no rice, no wheat, no atta in the house. 28ാം തീയതി ആകുമ്പോൾ പറയും ഗ്യാസ് തീർന്നു. 28th day, gas, LPG is finished. അപ്പൊ ഹസ്ബൻഡ് ദീർഘ അങ്ങനെ വീടും. Husband will say, husband will take it. ഇതിനു വേണ്ടി ഓടിയവരാ.
ഏതാ പ്രാർത്ഥനയും പാട്ടും ഉപേക്ഷിച്ചിട്ട് ഇതിനു വേണ്ടി ഓടി വരാം. Leaving the forsaking worship and church and running behind the എന്താണ് സമ്പാദിക്കാൻ വേണ്ടി ഓടിയതാ. running behind money. 30 ദിവസം പോലും പൂതി അടിക്കാവുന്നില്ല. In a month, 30 days they are unable to ഒന്ന് worship. ചിന്തിക്ക്. Sit and think. അതിന്റെ കപ്പാസിറ്റി അത്രയോ. That's a capacity of നിനക്ക് the വാഴണം, If you want to rule, നിനക്ക് ജീവിക്കണം, if you want to live, നിനക്ക് ഈ പ്രോസ്പെരിറ്റി എന്നുള്ള സംഭവം നിനക്ക് I കേൾക്കാം. want this prosperity. This is the Presence. blessings. സന്തോഷമായ Are you happy? ഹാപ്പി. അപ്പൊ സ്പേഷ്യലിൽ കയറണോ സാറ്റലൈറ്റ് ആകണോ എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കരുത്. Now you need to think whether you want to go in the space shuttle or you want to circle around in നമുക്ക് satellite. നമുക്ക് നമ്മുടെ റൂമുകളിൽ നിറയട്ടെ ഇങ്ങനെ. Let such blessings fill our chains. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. Let's pray. Restore the life. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. നിങ്ങൾക്ക് എല്ലാം നിറഞ്ഞു വരാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. If you want these things to fill, you should pray. കാരണം ഇതൊരു ഗുഹയല്ല. It's not ഇത് cave. heavenly protection ഉള്ളതാണ്. It is heavenly protected. The angels in the protection അവർ റൗണ്ട് ചെയ്യുന്ന സ്ഥലം. This is the place the angels revolve on. അത് അവർ റൗണ്ട് ചെയ്യുന്ന സ്ഥലത്ത് അത് എന്ത് പ്രൊക്ലെയിം ചെയ്യുന്നു അതാണ് റിവീലാകുന്നത്. When the angels circle somewhere, what we proclaim is what revealed. അതാണ് നമുക്ക് കിട്ടുന്നത്. That's what we get. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. കർത്താവേ, ഞങ്ങൾ ഫോളോ ചെയ്ത സിസ്റ്റത്തെ ഒന്ന് മാറ്റി. Lord, take away the system we follow, Father. യേശു മാത്രം Jesus only. പ്രാർത്ഥിച്ചു. Let's pray. എല്ലാ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. Everyone close your eyes. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. Let's pray for the Lord's presence. പ്രാർത്ഥിക്കുക. Let's pray. നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ ഈ ജ്ഞാനം തരട്ടെ. Let God give you പരിജ്ഞാനം തരട്ടെ. give you this understanding.